നായകൻ പുതിയ സിം വാങ്ങുന്നു. സിം ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുക. എന്നാൽ നമ്പർ തെറ്റി കോള് പോകുന്നതോ നിത്യ എന്ന പെൺകുട്ടിക്കും. നിത്യയോട് സംസാരിക്കുമ്പോഴാണ് നിത്യ 2050 നിന്നാണ് വിളിക്കുന്നതെന്നും നായകൻ അറിയുന്നത്. നായകനുള്ളതോ 2025. നിത്യയുമായിട്ട് നല്ല കമ്പനിയാവുകയാ. നിത്യ പറഞ്ഞതനുസരിച്ച് നിത്യ ഇപ്പോഴുള്ള വീട്ടിലേക്ക് നായകൻ എത്തുമ്പോഴോ ആ ഒരു വീട് ആൾ താമസമില്ലാതെ കിടക്കുകയാ. കാരണം നിത്യ ജനിക്കുന്നത് 2029, നായകനുള്ളതോ 2025. നിത്യ ജനിക്കാൻ ഇനി 4 വർഷം കൂടിയുണ്ട്. 2030 നിത്യയുടെ അച്ഛൻ ആ വീട്ടിലേക്ക് താമസം മാറുന്നതും. ട്രൂ ലെവലൊക്കെ വിശ്വാസമുള്ള നായകൻ നിത്യയോട് പ്രണയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ നായകൻ ആ വീടിന്റെ ചുമരിൽ ഒരു റിങ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്ന ചിത്രം വരയ്ക്കുകയാണ്. അത് നിത്യയും കാണും. അതേസമയം നായകന്റെ കൂട്ടുകാരൻ വന്ന് കയ്യിൽ തട്ടിയതിനാൽ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി. പിന്നെ അവൻ എത്ര തന്നെ നിത്യയെ വിളിക്കാൻ നോക്കിയിട്ടും നടക്കുന്നതേയില്ല. അങ്ങനെ ഏകദേശം 3 വർഷം കടന്നു പോവുകയാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ മറ്റൊരു വിവാഹം കഴിക്കുന്നു. 2029 നായകന്റെ ഭാര്യയെ പ്രസവിക്കുവാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുക. അതേസമയം ഹോസ്പിറ്റലിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് നായകൻ നിത്യയെ കാണും. എങ്ങനെയെന്നാൽ നിത്യ 2050 നിന്നും ടൈം ട്രാവൽ ചെയ്ത് 2029 എത്തിയിരിക്കുക. കാണാനേ പറ്റില്ലെന്ന് വിചാരിച്ചവർ ഇപ്പോൾ കണ്ടുമുട്ടുകയാണ്. നായകനും അവളും കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് അവനൊരു ഭാര്യയുണ്ടെന്നും അവന്റെ ഭാര്യ പ്രസവിക്കുവാനായി കിടക്കുകയാണെന്നും നിത്യ അറിയുന്നത്. അതോടുകൂടി നിത്യ ആകെ തകർന്നു പോകുന്നു. അപ്പോഴാണ് നഴ്സ് നായകൻ ഒരു പെൺകുഞ്ഞ് ജനിച്ചുവെന്ന് വന്ന് പറഞ്ഞിട്ട് പോകുന്നതും. രണ്ടാളും കുട്ടിയെ കാണുവാനായിട്ടും പോകുന്നു. കുഞ്ഞിന് നമുക്ക് നിത്യ എന്ന് പേരിടാം ചേട്ടാ എന്ന് ഭാര്യ പറയുമ്പോഴാണ് നായകൻ ജനിച്ച കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു ലവ് ഷേപ്പിലുള്ള മറുക് കാണുന്നത്. അതേ മറുക് നിത്യയുടെ കഴുത്തിലുമുണ്ട്. അതോടെ നായകന് ജനിച്ച മകളാണിപ്പോൾ ടൈം ട്രാവൽ ചെയ്തു വന്ന് തന്നെ പ്രണയിക്കുന്നതെന്ന് നായകനും തന്റെ അച്ഛനെയാണ് താൻ പ്രണയിച്ചതെന്ന് നിത്യയ്ക്കും മനസ്സിലായി. അതോടെ നിത്യ തിരികെ പോവുകയും ചെയ്യുന്നു. എന്നാൽ നിത്യ പറഞ്ഞിരുന്നു താൻ ജനിച്ച സമയം തന്റെ ബയോളജിക്കൽ ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. വളർത്തച്ഛനാണ് തന്നെ വളർത്തിയതെന്ന്. അതോർത്ത് നായകൻ പേടിച്ച് വിറച്ച് നിൽക്കവേ നായകന്റെ കൂട്ടുകാരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. കാര്യം മനസ്സിലായില്ലേ? കൂട്ടുകാരൻ പണി പറ്റിച്ചു. അതുതന്നെ.